പ്രിയദർശിനി പദ്ധതിയിൽ സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിൽ. പഠിക്കാൻ പ്രത്യേക കമ്മിറ്റി. പ്രിയദർശിനി സർവീസ് മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം പഠിക്കാൻ ഒരുങ്ങി സർക്കാർ. ഇതിനായി പ്രത്യേക കമ്മിറ്റിയെ ഉടൻ നിയോഗിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൺസെഷൻ നിരക്ക് കൂട്ടുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട്ടിൽ സ്വകാര്യ ബസ്സുകൾ സ്വന്തം നിലയ്ക്ക് കൺസെഷൻ കൂടുതലായി പിരിക്കുന്നത് അംഗീകരിക്കാൻ ആവില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രിയദർശിനി പദ്ധതി വന്നതോടെ കടുത്ത പ്രതിസന്ധിയാണ് സ്വകാര്യ ബസ് മേഖല നേരിടുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് കാസർഗോഡ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. KSRTC ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതോടെ അന്തർ സംസ്ഥാന റൂട്ടുകളിലടക്കം യാത്രക്കാർ വൻതോതിൽ കുറഞ്ഞെന്നാണ് ബസ് ഉടമകളുടെ പരാതി. പ്രതിസന്ധിയെ തുടർന്ന് ചില ബസ്സുകൾ നേരത്തെ തന്നെ സർവീസ് അവസാനിപ്പിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ ബുധനാഴ്ച പണിമുടക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ പ്രധാന റൂട്ടുകളിലെല്ലാം പ്രതിസന്ധി കടുത്തെന്നും ബസ് ജീവനക്കാരിൽ പലരും മറ്റ് തൊഴിലുകൾ തേടി തുടങ്ങിയെന്നുമാണ് ഉടമകൾ പറയുന്നത്. തൃശൂർ ജില്ലയിൽ ബസ്സുകളും കൂട്ടത്തോടെ സർവീസ് അവസാനിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. വയനാട് ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ ജൂൺ അവസാനം സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഉടമകളുടെയും ജീവനക്കാരുടെയും ആവശ്യം. സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ പ്രതിദിനം 3000 രൂപയോളം നഷ്ടം വരുന്നുണ്ട്. പല ബസ് ഉടമകളും സർവീസ് നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ്. ആയിരക്കണക്കിന് ജീവനക്കാരുടെ ജോലി പ്രതിസന്ധിയിലാണെന്നും ഇവർ പറയുന്നു. അതേസമയം പദ്ധതി നടപ്പിലായതോടെ ജോലിഭാരവും ജോലി സമയവും വർദ്ധിച്ചെന്ന് KSRTC ജീവനക്കാരുടെ ആശങ്ക. ഓർഡിനറി ബസ്സുകളുടെ റണ്ണിംഗ് ടൈം 15 മുതൽ അരമണിക്കൂർ വരെ വർദ്ധിച്ചതായി ജീവനക്കാർ പറയുന്നു. ഒരു ദിവസത്തെ ഷെഡ്യൂൾ പൂർത്തിയാകുമ്പോൾ തന്നെ ഏതാണ്ട് 1.5 ദിവസത്തെ ഡ്യൂട്ടിയാണ് ഇപ്പോൾ ഇവർക്ക് വരുന്നത്. ബസ്സുകളിൽ അനിയന്ത്രിതമായ തിരക്കും വലിയ അപകട ഭീഷണിയും ഉയരുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. 64 പേർക്ക് സഞ്ചരിക്കാൻ അനുമതിയുള്ള ബസ്സിൽ സഞ്ചരിക്കുന്നത് 140-ലേറെ യാത്രക്കാരാണ്. 10-15 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകളിലാണ് യാത്രക്കാരെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നത് ആശങ്കയുണ്ടാക്കുന്നെന്നും ഇവർ പറയുന്നു. ഓവർലോഡ് ആണെങ്കിൽ പോലും സ്റ്റോപ്പിൽ നിർത്തിയില്ലെങ്കിൽ യാത്രക്കാർ പ്രശ്നമുണ്ടാക്കുന്നതായും ജീവനക്കാർ പറയുന്നു.